നമസ്കാരം. ക്രൊക്കോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ നിന്നും കോൺഗ്രസ്സിന് എന്താണ് പഠിക്കാനുള്ളത്? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 1885 രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പാർട്ടിയാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം എന്ത് തന്നെ ആയാലും വലിയ തരത്തിലുള്ള ഇന്ത്യക്ക് സംഭാവനകൾ ചെയ്ത ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ പിൽക്കാലത്ത് പ്രത്യേകിച്ച് 90കളുടെ അവസാനത്തിലോട്ട് കോൺഗ്രസ് എന്ന പാർട്ടി അതിദയനീയമായി ശോഭിച്ചു പോകുന്നു. അതിൻ്റെ എല്ലാവിധ വെളിച്ചങ്ങളും പതിയെ പതിയെ നഷ്ടപ്പെട്ട് ഊർജ്ജങ്ങൾ ഇല്ലാണ്ടായി വരുന്നു. ഇപ്പം ഏറ്റവും പുതുതായി വെറും 2 മാസം മാത്രം പ്രായമുള്ള ഒരു പുതിയ പാർട്ടി, ക്രൊക്കോച്ച് ജനതാ പാർട്ടി, ഒരു ഔദ്യോഗിക പാർട്ടിയല്ല എന്നുണ്ടെങ്കിൽ പോലും വെറും ഒരു മൂവ്മെൻറ്റ് മാത്രം, ഒരുപാട് യുവാക്കളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതിനപ്പുറം ഇന്ത്യയിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് CJP, ക്രൊക്കോച്ച് ജനതാ പാർട്ടി. ആ ക്രൊക്കോച്ച് ജനതാ പാർട്ടി കോൺഗ്രസ്സിന് നൽകുന്ന ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് സന്ദേശങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു പ്രതിപക്ഷം എന്നുള്ളതും, എങ്ങനെയായിരിക്കണം ഒരു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്നുള്ളതും, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടേണ്ടത് എന്നും, എങ്ങനെയാണ് ആ പോരായ്മകൾക്ക് മുമ്പിൽ ജനങ്ങളിലേക്ക് കൃത്യമായി മെസ്സേജുകൾ എത്തിക്കുക എന്നുള്ളതും, അതെങ്ങനെ കൃത്യമായി ഭരണകൂടത്തിലോട്ട് തിരിക്കാം എന്നുള്ള പല കാര്യങ്ങളും, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അത്ര വലിയ കഴിവില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പഠിച്ചാത്ത, രാഷ്ട്രീയത്തിൽ പയറ്റി തെളിയാത്ത ഒരുപാട് യുവാക്കൾ, അവർ ഇന്ത്യയുടെ പല ഭാഗത്തും, ഒരുപക്ഷെ ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ US പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അവിടെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതേവരെ പയറ്റി തെളിയാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് യുവാക്കൾ, പ്രത്യേകിച്ച് ജൻസികൾ ഒരുമിച്ച് കൂടുന്നു. അത് ഭരണസിരാ കേന്ദ്രത്തെ വല്ലാണ്ട് കുലുക്കുന്നു. ഒരു പരിധിക്കപ്പുറം വിട്ട് കഴിഞ്ഞപ്പം ഇനി അത് ഇരിക്കുന്ന മോദിയുടെ കസേര പോലും ഇളക്കും എന്ന് മനസ്സിലാകുമ്പം ഏറ്റവും അവസാനം മോദി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും കോൺഗ്രസ്സിന് ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ 1885 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് പലതരത്തിലുള്ള സമരങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. BJPയും പലതരത്തിലുള്ള സമരങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ ആ കോൺഗ്രസ് ഇല്ലാണ്ടാക്കുന്നു. ഇന്ന് ഏത് തരത്തിലുള്ള ഒരു സമരമാണ് കോൺഗ്രസ് സക്സസ്ഫുള്ളി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം തന്നെയുണ്ട്. അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അതൊരു സമരം എന്ന് പറയുന്നില്ല, ഇന്ത്യയെ തിരിച്ചറിയാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾക്കെതിരെ സമാധാനവും സന്തോഷവും കൊണ്ടുവരിക എന്നുള്ളൊരു സന്ദേശത്തിൻ്റെ ഒരു മാർച്ചായിരുന്നു അത് ഈ പറഞ്ഞ പോലെ കന്യാകുമാരി മുതൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്നു. മാത്രമല്ല തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോട് 2ാം വട്ട ഭാരത് ജോഡോ യാത്ര നടക്കുന്നു. ഇത്തരത്തിലുള്ള വലിയൊരു യാത്രയായിരുന്നു അത്. പക്ഷെ അതിനപ്പുറം ഏതെങ്കിലും തരത്തിലൊരു വിജയം, ഒരു രാഷ്ട്രീയപരമായ വിജയം കോൺഗ്രസ്സിന് മുതലെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കൃത്യമായി ഒരുപാട് വട്ടം ഒരുപാട് പാളിച്ചകൾ BJP ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും സക്സസ്ഫുള്ളി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ, എന്തിനേറെ പറയുന്നു, വോട്ട് ചോരിയായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നായിരുന്നു. അതൊന്നും സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിനപ്പുറം രാഹുൽ ഗാന്ധി സമരമുഖത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വിദ്യാഭ്യാസപരമായി ഇത്രയേറെ കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയ, അതായത് വോട്ടിങ്ങിന് ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ആ യുവാക്കളെല്ലാം ഒരു കൊടി മറന്ന്, ഒരു കൊടിയും ഒരു ജാതിയും മതമൊന്നും ഇല്ലാതെ അവരെല്ലാം ഒരൊറ്റ കൊടക്ക് കീഴിൽ അണിനിരക്കും എന്നുള്ളത് സത്യമാണ്. ഇത് തെളിയിച്ചതുമാണ് ഈ സമരം. സ്വാഭാവികമായിട്ടും അത് രാഹുൽ ഗാന്ധിക്ക്, ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമരമുഖത്തോട്ട് ഇറങ്ങാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ KC വേണുഗോപാലിനോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ സത്യാവസ്ഥ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്ന പല സംസ്ഥാനങ്ങളിലും, അതിപ്പം അസാമായാലും വെസ്റ്റ് ബംഗാൾ ആയാലും പല സംസ്ഥാനങ്ങളിലും BJPക്ക് വിജയിച്ച് കയറാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. ഇങ്ങ് കേരളത്തിലോട്ട്, തെക്കൻ ഇന്ത്യയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേരളവും തമിഴ്നാടും ഒഴികെ തെക്കേ ഇന്ത്യയിൽ BJPക്ക് അത്ര തന്നെ റൂട്ടില്ല. ബാക്കി ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള മേൽക്കോയ്മ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പാർട്ടി തന്നെയാണ് BJP. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ വെറും 3 MLA മാത്രമേ BJPക്കുള്ളൂ, ഒരു MP മാത്രമേ BJPക്കുള്ളൂ. തമിഴ്നാട്ടിലാണെങ്കിൽ ഒരൊറ്റ MLA മാത്രമേ BJPക്കുള്ളൂ. ഇത്തരത്തിൽ തെലുഗുദേശം TDP പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ആന്ധ്ര ഭരിക്കുന്നത്. കോൺഗ്രസ് ആണ് തെലങ്കാനയിൽ ഭരിക്കുന്നത്.
അപ്പം ഇത്തരത്തിലാണ് കർണാടകയിലും കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ തെക്കേ ഇന്ത്യയിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ പോലെ BJP. അപ്പം അങ്ങനെയുള്ള ഒരു BJP കൃത്യസമയത്ത് നേരിടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് അവരുടെ ഏറ്റവും വലിയ ഹബ്ബ് അല്ലെങ്കിൽ അവരുടെ ഒരു മൊണോപ്പൊളി ഉണ്ടായിരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. റായ്ബറേലി പോലത്തെ പല മണ്ഡലങ്ങളും കോൺഗ്രസിന് കുത്തകയായിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം കോൺഗ്രസ് അതിദയനീയമായി തോൽക്കുന്നു. ഈവൻ രാഹുൽ ഗാന്ധി പോലും തോറ്റ് ഏറ്റവും അവസാനം വയനാട് വന്ന ഏറ്റവും സേഫായ കേരളത്തിൽ തന്നെ ലീഗിൻ്റെ അടക്കം പിന്തുണമുള്ള മണ്ഡലങ്ങളിൽ വന്ന് നിന്ന് ജയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പിന്നീട് പാർലമെൻറ്റിലോട്ട് പോയത്. അപ്പോൾ ഈ പാഠങ്ങളിൽ നിന്നെല്ലാം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികൾക്കും പഠിക്കാനുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു കൂട്ടായ്മ എന്നുള്ളതും അത് എത്ര വലിപ്പമുണ്ട് എന്നുള്ളതിലല്ല, എത്ര കാലഘട്ടം അത് ഭരണത്തിലുണ്ട് എന്നുള്ളതല്ല, എത്ര കാലത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ അംഗബലം അതിനുണ്ട് എന്നുള്ളതല്ല, ഇതൊന്നും ഒരു ബാധകമേ അല്ല, പ്രശ്നമേ അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തെളിയിച്ചതാണ് CJP. എന്തായാലും ഇക്കാര്യങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ അത്ര വലിയ ആധികാരികനൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ മൻമോഹൻ സിംഗിനെ ഞാനെപ്പോഴും വീക്ഷിക്കുന്നത് ഹീസ് നോട്ട് എ ബിഗ് പൊളിറ്റീഷ്യൻ ബട്ട് ഹീസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം അത്തരത്തിൽ രാഹുൽ ഗാന്ധി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നല്ല കഴിവുള്ള നേതാവായിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരുപാട് തന്ത്രകുതന്ത്രങ്ങൾ ഇനിയും മെനഞ്ഞ് പഠിക്കാനുണ്ട്. സമരമുഖത്തോട്ട് ഇറങ്ങി തന്നെ കളിക്കേണ്ടതുണ്ട്. അത് BJP LK അദ്വാനിയുടെ കാലം മുതലേ BJP ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 2014 അവർ വിജയിക്കുന്നത്. പിന്നീട് തുടർച്ചയായ 2019 2024 വിജയിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് CJPയുടെ ഈ വളർച്ചയിൽ നിന്ന് കോൺഗ്രസ് കാര്യങ്ങൾ പഠിക്കുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം.